ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഏതൻസ് കിച്ചൺ. ഇന്ന് നമുക്ക് ഏത്തപ്പഴം വെച്ച് ഒരു സ്നാക്ക് ഉണ്ടാക്കാം. ഏത്തപ്പഴം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. നന്നായിട്ട് പഴുത്ത ഒരു 3 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഒരു 600 ഗ്രാം വരും. അത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കും. മുഴുവൻ പഴവും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ചൂട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് ഒരു 1/4 കപ്പ് കാഷ്യൂ ചെറുതായി ക്രഷ് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കാം. ഒന്ന് റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പ് അവൽ ചേർത്ത് കൊടുക്കാം. അവലും കൂടെ 1 മിനിറ്റ് നമുക്കൊന്ന് റോസ്റ്റാക്കി എടുക്കാം. റോസ്റ്റ് ചെയ്ത അവലും കാഷ്യൂ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതേ പാനിൽ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ഉരുകി വരുമ്പോൾ നമുക്ക് ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റ് വഴറ്റിയെടുക്കണം. നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതായിരിക്കും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നല്ല പഴുത്ത പഴമാണെങ്കിൽ ഒരു ഏകദേശം 5 തൊട്ട് 6 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് വെന്ത് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കതിലേക്കൊരു 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/2 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം. മധുരം കുറച്ച് മതിയെങ്കിൽ ഒരു 1/4 കപ്പ് ശർക്കര ചേർത്ത് കൊടുത്താൽ മതി. ശർക്കര എല്ലാം കൂടി നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന അവലും കാഷ്യും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഒന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ഉരുളകളായി ഉരുട്ടിയെടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്തിരിക്കുന്ന എല്ലാ ബോൾസും ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം. എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഓരോ ബോൾസും ഇട്ട് കൊടുക്കാം. തിരിച്ചു മറിച്ച് വിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പുറമൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.